ദൈവത്തിൻ്റെ അഭിഷേകം ആവശ്യമുള്ള ആ സാഹചര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ സമയം ചിലവഴിക്കുക. നിങ്ങൾക്ക് രോഗശാന്തി ആവശ്യമുണ്ടോ? ഒരു ബന്ധം നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? സാമ്പത്തികമായ പുരോഗതി നിങ്ങൾക്ക് ആവശ്യമാണോ? എങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ. ആക്റ്റീവ് ദ അനോയിന്റിങ് ബൈ ഫോക്കസിങ് on God's word. Spend time praying about the situation that needs God's anointing. Are you in need of healings, of relationship restoration, of financial breakthrough? So whatever is waiting on your heart and mind, begin to mind the word of God for scriptures that apply to your situation. Once you find them, write them out, memorize them, and set them in a place where you will see them often throughout the day, such as the background on your phone, laptop, or tablets, or you can write your notebook, So when you are taught, drift into the line of fear and negativity, radiate, redirect them by grabbing the wheel and focusing on the word of God. The longer you meditate on the negativity, the more opportunity for damage there is. So grab the wheel and set your mind and keep focus habitually on the things above. Above means heavenly things, not on things that of the earth, which have only temporal value. Earth is temporary value. So there is a scripture you can read, Colossians chapter 3, 1-2. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം ആവശ്യമുള്ള സാഹചര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് രോഗശാന്തി ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരു ബന്ധം പുനഃസ്ഥാപിക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഭാര്യ-ഭർത്ത ബന്ധമായിരിക്കാം. ഒരു സാമ്പത്തികമായ പുരോഗതി നിങ്ങൾക്ക് ആവശ്യമാണോ? അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഭാരപ്പെടുത്തുന്നതെന്തും നിങ്ങളുടെ സാഹചര്യത്തിന് ബാധകമായ ആ തിരുവെഴുത്തുകൾക്കായി ദൈവവചനം നിങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചുള്ള, നിങ്ങളുടെ സാഹചര്യത്തിന് വിടുതലിന് ആവശ്യമായ രീതിയിലുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കണ്ടുപിടിച്ചെടുക്കുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങൾ മനഃപ്പാഠമാക്കുക. നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലെയോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ നിങ്ങളുടെ നോട്ട്ബുക്കിലോ പശ്ചാത്തലം പോലെ ദിവസം മുഴുവനും നിങ്ങൾക്ക് കാണാവുന്ന ഒരു സ്ഥലത്ത് അത് നിങ്ങൾ സജ്ജീകരിച്ച് വെക്കുക. നിങ്ങളുടെ ചിന്തകൾ ഭയത്തിൻ്റെയും അല്ലെങ്കിൽ ഭയത്തിൻ്റെയും നിങ്ങളെ നിഷേധിക്കുന്ന ആ രീതിയിലുള്ളതാണെങ്കിലും, നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊരു ചിന്തയാണെങ്കിലും, ആ പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിൽ, ആ വചനത്തിലൂടെ നിങ്ങൾ നിങ്ങൾ ഡെവോട്ട് ചെയ്യുമെങ്കിൽ, നിങ്ങൾ എത്ര നേരം നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ആ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരാമെങ്കിൽ
നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ആ പാതയിൽ കൊണ്ടുവരാമെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് ഭൂമിയിലെ താൽക്കാലികമായ കാര്യങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ സ്പിരിറ്റിനെ നിങ്ങൾ ആക്റ്റീവാക്കി മാറ്റുക. So activate the anointing by expressing your faith. As you build your faith through feeding your mind and heart with the God's word. Romans chapter 10:17. The anointing touch of the Jesus Christ becomes activated. Look at the story of the two blind men. The Bible who cried out to Jesus. Bible say they cried out to Jesus. Son of David, have mercy on us. Matthew chapter 9:27. They were calling him the Christ, the Messiah, the anointed one. So Jesus asked the blind man if they believed he could do this miracle. He wanted to hear them speak their faith. Since he knew he was anointed to give recovering of sight to the blind. Luke chapter 4:18. അപ്പോൾ ദൈവവചനത്താൽ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും പോഷിപ്പിച്ചുകൊണ്ട് നിറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം കെട്ടിപ്പടുക്കണം. റോമലേഖനം 10:17 പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ശക്തി, ആ സ്പർശനം ഇപ്പോഴും സജീവമാണ്. അത് ഇപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം മത്തായി സുവിശേഷം 9:27 നമ്മൾ കാണുന്നു. ദാവീദ് പുത്ര, ഞങ്ങളിൽ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ യേശുവിനോട് നിലവിളിച്ച 2 അന്ധന്മാരുടെ കഥ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ആ കണ്ണ് കാണാത്തവർ യേശുവിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? നീ ക്രിസ്തു, നീ മശിഹ, നീ അഭിഷക്തൻ. കണ്ടോ, അവർക്ക് ആ വെളിപ്പാടുണ്ടായി അവരുടെ ഹൃദയത്തിൽ. കാരണം അവർക്ക് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ പറ്റുമെന്നുള്ള ആ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ വിശ്വസിച്ചിട്ട് വിളിച്ച് പറയുന്നത്, ദാവീദ് പുത്ര, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. എങ്കിലും യേശു അവരുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. ആ അന്ധന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, ആ കാഴ്ചയില്ലാത്തവരോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാഴ്ച ലഭിക്കുവാൻ വിശ്വാസമുണ്ടോ? കാരണം കർത്താവിന് മനസ്സിലായി അവർക്ക് കർത്താവിനെ കുറിച്ച് പിടികിട്ടിയെന്ന്. ലൂക്കോസ് സുവിശേഷം 4:18. എങ്കിലും യേശു ഒന്നുകൂടെ എടുത്തു ചോദിച്ചു, നിങ്ങൾക്ക് സൗഖ്യമാകുവാനുള്ള വിശ്വാസം, നിങ്ങൾ സൗഖ്യമാകുവാൻ ആ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യമാകുക, അല്ലേ? ഹല്ലേലൂയ. So consider the leper who came to Jesus and said, if you are willing, you can heal me and make me clean. The leper was making a faith demand on Jesus' anointing. Matthew chapter 8:3. അല്ലെങ്കിൽ യേശുവിനെ അടുക്കൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവർ യേശുവിൻ്റെ ഇരിക്കുന്നുണ്ടോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തി ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും കർത്താവേ എന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുണ്ടോ, കുഷ്ഠരോഗിയുടെ വിശ്വാസം. അപ്പോൾ കുഷ്ഠരോഗി യേശുവിൻ്റെ അഭിഷേകത്തിൽ വിശ്വസിച്ചു, യേശുവിൻ്റെ ആ പവറിൽ വിശ്വസിച്ചു. യേശു സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന് കുഷ്ഠരോഗി മനസ്സിലായി. Expressing faith allows to anointing to flow and heal to occur. അപ്പോൾ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അഭിഷേകം ഒഴുകാനും രോഗശാന്തി സംഭവിക്കുവാനും അനുവദിക്കുന്നു. അപ്പോൾ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അഭിഷേകം ഒഴുകുവാനിടയാവും, കർത്താവിൽ നിന്ന് ഹീലിംഗ്സ്, കർത്താവിൽ നിന്ന് രോഗശാന്തി നമുക്ക് ലഭിക്കുവാനിടയാവും. How have you expressed your faith? Have you expressed it in faith statements like those above? So നമ്മുടെ ഫെയ്ത്ത് നമ്മൾ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ നമ്മുടെ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡെലിവറൻസ് ഇപ്പോൾ തന്നെ നടക്കും. ഹാവ് യു എക്സ്പ്രസ് ഇറ്റ് ഇൻ ഫെയ്ത്ത് ആക്ഷൻ?
നമ്മുടെ ഉള്ളിൽ ആ ഫെയ്ത്ത് ഉണ്ടായ പോരാ, നമ്മുടെ മൗത്ത് കൊണ്ട് നമ്മൾ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മുടെ മൗത്തിൽ പറയുമ്പോൾ, നമ്മൾ കാലുകൾ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ ഫെയ്ത്ത് വ്യാപരിക്കാൻ തുടങ്ങും. ലുക്ക് അഗൈൻ അറ്റ് അബ്രഹാംസ് എക്സാമ്പിൾ. He took action without knowing the whole plan. It was by faith Abraham obeyed when God called him to leave home and go to another land that God would give him as his inheritance. എന്തൊരു വെളിപ്പാട് അബ്രഹാം ലഭിച്ചത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഈ വീടും പരിസരവും ബന്ധുക്കളും ചാർച്ചക്കാരെല്ലാം വിട്ടിട്ട് ഞാൻ പറയുന്ന ദേശത്തോട്ട് ഓടിക്കോളാൻ പറഞ്ഞു. സോ ഹി വെന്റ് വിത്തൗട്ട് നോയിങ് വെർ ഹി വാസ് ഗോയിങ്. ആൻഡ് വെൻ ഹി റീച്ച്ഡ് ദ ലാൻഡ് God promised him, he lived there by faith. Hebrews chapter 11, 8-9. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ പ്രകടിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കണം. വിശ്വാസത്താൽ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പുകൾ വെക്കണം. അത് വായു കൊണ്ട് ഏറ്റുപറയണം. കാരണം അബ്രഹാം എവിടെ പോകണമെന്ന് അറിയാൻ മേലാതെ അബ്രഹാം നടപടികൾ എടുക്കുവാനിടയായി. അബ്രഹാം തൻ്റെ അവകാശമായി വീട് വിട്ടിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുവാൻ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം അനുസരിച്ചത് വിശ്വാസത്തിലാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ അബ്രഹാം വിശ്വാസത്തിൽ പോകുവാനിടയായി. അപ്പം ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലെത്തിയപ്പോഴും അബ്രഹാം വിശ്വാസത്തിൽ അവിടെ ജീവിച്ചു. എബ്രായ ലേഖനം 11:8-9 വാക്യങ്ങൾ. മൂന്നാമത്തെ കീ, നമ്പർ 3, ആക്ടിവേറ്റ് ദ അനോയിന്റിംഗ് ബൈ വർക്കിംഗ് ഇറ്റ് ഔട്ട് എവറി ഡേ. ഇത് ഒരു ദിവസം കണ്ട് കഴിയുന്നതല്ല നമ്മുടെ ഫെയ്ത്ത്. നമ്മുടെ ജീവിതാവസാനം മുഴുവൻ ഈ വിശ്വാസത്താൽ നമ്മൾ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. walking in a God's promises is not a one-time action, but a way of life. It was by faith that Moses left the land of Egypt, not fearing the king's anger. He kept right on going because he kept his eyes on the one who is invisible. Hebrews chapter 11:27. So you walk out your faith in the word you say, in your prayers, in your conversation with others, and like the scripture says, by keeping your eyes on the one who is invisible. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ ആ വാഗ്ദാനങ്ങളിൽ നടക്കുന്നത് ഒറ്റ തവണയല്ല, ഒരു നിമിഷമല്ല, ഒരു ദിവസമല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാക്കി മാറ്റണം. രാജാവിൻ്റെ കോപം ഭയക്കാതെ മോശ ഈജിപ്റ്റ് ദേശം വിട്ടു പോയത് വിശ്വാസത്താലാണ്. അവൻ അദൃശ്യ ദൈവത്തിൻ്റെ മേൽ കണ്ണുവെച്ചത് വിശ്വാസത്താലാണ്. അപ്പം ദൈവത്തെ നോക്കിക്കൊണ്ട് മോശ വിശ്വാസത്താൽ നടക്കുവാനിടയായി. എബ്രായ ലേഖനം 11:27 വാക്യത്തിൽ പറഞ്ഞു. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളിലും പ്രാർത്ഥനകളിലും മറ്റുള്ളവരുമായുള്ള സംഭാഷണങ്ങളിലും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ അദൃശ്യനായ ഒരാളിൽ ആ ദൈവത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ട്, ആ ആത്മാവിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയാമെങ്കിൽ, നിങ്ങൾ പ്രഖ്യാപിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. I know, but it is not always easy. Is it right? The faith journey takes effort and an act of your will to determine to receive the promises of God. You may even empathize with the father who pleaded, with Jesus to heal his demon possessed son. His anguished raw word may resonate today. I do believe, but help me overcome my unbelief. The good news is, as you daily choose to look to Christ and express your faith, you are strengthened one day at a time. ഇതെപ്പോഴും എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഇതെപ്പോഴും വിശ്വാസയാത്രയ്ക്ക് പരിശ്രമം ആവശ്യമാണ്. എളുപ്പമല്ല, പക്ഷേ പരിശ്രമം ആവശ്യമാണ്.
ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിക്കാനുള്ള നിങ്ങളുടെ ഇച്ഛയുടെ ഒരു പ്രവൃത്തിയുടെ ആവശ്യമാണ്. നമുക്കൊരു പ്രവൃത്തിയുടെ ആവശ്യമാണ്, ഒരു ഇച്ഛ, നമുക്കൊരു ആഗ്രഹവും കൂടെ ആവശ്യമാണ്. നമുക്കറിയാം, പിശാചുബാധനായ തൻ്റെ മകനെ സുഖപ്പെടുത്തുവാൻ യേശുവിനോട് അപേക്ഷിച്ച പിതാവിനോട് ഒരുപക്ഷെ നമുക്കൊരു സഹാനുഭൂതി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ മറികടക്കാൻ എന്നെ സഹായിക്കൂ. മർക്കോസ് സുവിശേഷം 9:24 നമുക്കത് വായിക്കും മനസ്സിലാകും. അവിടെ ഒരു സന്തോഷ വാർത്ത, നിങ്ങൾ ദിവസേന എപ്പോഴും ക്രിസ്തുവിൽ നോക്കാനും നിങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുവാനും നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നു, നിങ്ങൾ അനോയിനിങ് വർദ്ധിക്കുന്നു, നിങ്ങൾ ഫെയ്ത്ത് വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. So choosing to focus on God's word, expressing your faith and walking it out every day will activate the anointing of God in your life. As you build your faith and learn to activate the anointing, remember to activate the anointing. Remember where your faith come from. Hebrews chapter 12:2 tell us Jesus initiates and perfect our faith. So you are not alone. Jesus is right there with you for your journey. It is Christ who first drew you to himself, and it is Christ who made a way for you to have faith in the first place. It is Christ who continually refines your faith. Always look to Christ, always look to Jesus, and soon you will be operating the anointing with the signs and miracles following you, just as they followed Jesus when he walked the earth. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കാനും എല്ലാ ദിവസവും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെങ്കിൽ നിങ്ങളുടെ ആ ഫെയ്ത്ത് വർദ്ധിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ ആ ദൈവത്തിൻ്റെ അഭിഷേകം അത് സജീവമാകുവാനും അത് കൂടുതലായിട്ട് അത് 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 എന്താണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാവും. അതുകൊണ്ട് വിശ്വാസം കെട്ടിപ്പടുക്കുവാൻ, ആ അഭിഷേകം സജീവമാക്കുവാൻ നമ്മൾ ഡെയിലി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? എബ്രായർ 12:2 യേശു നമ്മുടെ വിശ്വാസത്തിന് തുടക്കമിടുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ യാത്രയിൽ യേശു നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ ആദ്യം തന്നിലേക്ക് ആകർഷിച്ചത് ക്രിസ്തുവാണ്. നാമല്ല ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തത്, ക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായി. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുവാൻ ആദ്യം വഴിയൊരുക്കിയതും ക്രിസ്തുവാണ്, യേശുവാണ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ നിരന്തരം ശുദ്ധീകരിക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് യേശുവിലേക്ക് നിങ്ങൾ നോക്കുക, എപ്പോഴും നോക്കുക. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല വിശ്വാസ ജീവിതം. ഈ ജീവിതം മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ യേശുവിൽ നോക്കി മുന്നോട്ട് പോകാമെങ്കിൽ, ഹല്ലേലൂയ. യേശു ഭൂമിയിൽ നടന്നപ്പോൾ കർത്താവിനെ അനുഗമിച്ചതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മെ പിന്തുടരുന്നത് കാണുവാൻ കർത്താവ് നമുക്കിടയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ നോക്ക്, അനുഗ്രഹം പ്രാപിക്കുക. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, heal now right now. The Father, in the name of Jesus, heal right now who's suffering, the sick persons. Hallelujah. I'm commanding right now, all demons come out, all sicknesses come out right now in the name of Jesus.